കോട്ടയം നഗരസഭ ചെയർപേഴ്സൺ UDF വിമത ബിൻസി സെബാസ്റ്റ്യന് കോട്ടയം കോൺഗ്രസ് സീറ്റ് നൽകി. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ സന്തോഷമെന്ന് ബിൻസി മീഡിയ വണ്ണിനോട് പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിയമ തടസ്സമുള്ളതിനാൽ ബിൻസി അധ്യക്ഷപദം രാജിവെച്ചു. സംഭവബഹുലമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ കോട്ടയം നഗരസഭയെ കഴിഞ്ഞ 5 വർഷം നയിച്ച ബിൻസി സെബാസ്റ്റ്യൻ രാഷ്ട്രീയത്തിനൊപ്പം ഭാഗ്യവും തുണച്ച വനിത. 2020 വിമതയായി ജയിച്ചുവന്ന ബിൻസി UDFനെ പിന്തുണച്ചു. ഇതോടെ സീറ്റുകളുടെ എണ്ണത്തിൽ LDFും UDFും തുല്യമായി. തുടർന്ന് UDFന് അനുകൂലമായി ടോസ് ലഭിച്ചപ്പോൾ റിബലായി മത്സരിച്ച ബിൻസിയെ ചെയർപേഴ്സണാക്കി. ഇതിനിടെ 3 അവിശ്വാസത്തെ അതിജീവിച്ച് UDF ഭരണം നിലനിർത്തിയ ബിൻസിയെ ഇക്കുറി കോൺഗ്രസ് ഒപ്പം കൂട്ടി. ഗാന്ധിനഗർ സൗത്ത് വാർഡിലാണ് മത്സരം. തുല്യമായിരുന്നത് കൊണ്ട് നിരവധി പ്രതിസന്ധികൾ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും 5 വർഷം ഈ ഭരണം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പോൾ പാർട്ടി തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാനായിട്ട് എനിക്ക് സീറ്റ് നൽകുകയാണ്. നേരത്തെ വിദേശത്ത് നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് നേതാവായ ഭർത്താവാണ് ബിൻസിയെ രാഷ്ട്രീയത്തിന്റെ ഗ്രൗണ്ടിൽ ഇറക്കിയത്. രാഷ്ട്രീയം വലിയ പരിചയമില്ലാത്ത ബിൻസി 5 വർഷത്തിനിപ്പുറം ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയതും കോട്ടയം കണ്ടു. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.